അതെ പ്രിയേ മോളെ, ഞാനങ്ങ് പോവുക കേട്ടോ. ഇനി ഞാൻ പോയിട്ട് പിന്നെ ഇനി വേറെ ഇടാൻ നിൽക്കണ്ട. നിങ്ങൾ ഒന്ന് തിരിഞ്ഞിക്ക്, വേക്ക് കത്തി ഉണ്ടോന്ന് നോക്കട്ടെ. ആപ്പിൻ്റെയും ബാഗ് കത്തി ഉണ്ടോന്ന് നോക്കട്ടെ. ആപ്പിയെ ഇങ്ങോട്ടൊന്ന് നോക്കി. നിങ്ങൾ പേടിച്ചണ്ടാണെന്നല്ലേ നിൽക്കുന്നത്, നിങ്ങളെ വേക്ക് കത്തി വെച്ചിട്ട്. എന്താ പറയാനുണ്ടോ? എന്താ പറയാൻ വന്നീനല്ലോ. മൂടിയൊക്കെ നന്നാക്കി. ഞാൻ പൈസ കൊടുത്ത് കളർ ചെയ്യുന്നു, വാപ്പ മൈലാഞ്ചിട്ട് കളർ ചെയ്യുന്നു. അതാണ് മാറ്റം. നിങ്ങളെ ബാക്കിൽ കത്തി വെച്ച് പറയിപ്പിച്ചതാണ് ഓല്. ഞാൻ അല്ല നിർത്തിക്കാണോലോ. ആ കത്തി ഒന്ന് കാണിച്ചാല് ഏത് മാറണമെന്ന് ആർക്കറിയാം. അപ്പം എന്നാ പിന്നെ ഞാൻ മെല്ലെ ഇറങ്ങട്ടെ. ഫാത്തിമാട്ടക്ക് അട്ടേക്ക് കയറി. നിങ്ങളോടല്ല, ഓളെ കാണുന്നതിനാ. അപ്പം എല്ലാവരോടും ഗൈസ് ഞാൻ പോവുകയാണ്. പിള്ളേർ ഇവിടെ നിൽക്കുക. ഞാൻ പോവുക. രണ്ടാളെ വേഗിലും കത്തിയുണ്ട്, അനങ്ങാൻ പറ്റൂല. അനങ്ങിയാ വെക്കടാ വെടീന്നാ. കലണ്ടർ ഉണ്ട്, കിട്ടിക്കോ അപ്പ? എവിടാ കിട്ടിക്കോ? ഓ എന്നാ ഞാൻ മെല്ലെ വിട്ടക്ക്. കുപ്പിയും വെള്ളവും വേണോ നിങ്ങക്ക്? അല്ല മിനറൽ വാട്ടർ കുപ്പി ഒന്നടിച്ചപ്പോ 2 കുപ്പി കിട്ടി. അതാ 2 കുപ്പിയില്ലേ? ബാഗ് ഒന്നും എടുത്തോ. അയിമ്മൽ എന്തിനാണ് കളിക്കുന്നേ? ആ റേഷൻ പീടിയെ പോണെന്ന് പറഞ്ഞില്ല ഇഞ്ഞോ? അങ്ങനെ ഗൈസ് ഞാൻ എല്ലാം വണ്ടി വിടാണ്. കത്തി വെച്ച് വാപ്പനെയും മനെയും പേടിപ്പിച്ചിട്ട് കഴിഞ്ഞു. ആ സഞ്ജു ഇങ്ങോട്ടേക്ക് പോട്, വാപ്പി വേണമെന്നില്ലല്ലോ. ഞാൻ പോയിട്ടോ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അവിടെ വണ്ടി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെയും പോയി. ഫാത്തിമ സാധനം വണ്ടി എടുക്കാനില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ്. പ്രിയന്റെ വീഡിയോന്റെ ലിങ്ക് സീറ്റ് ബെൽറ്റ് ഇട്ടോ. പ്രിയന്റെ വീഡിയോന്റെ ലിങ്ക് ഇന്ന് അയച്ചു തന്നിട്ട് എന്നോട് കത്തി വെച്ചിട്ടുണ്ട് പോലും. കത്തിന്ന് പറഞ്ഞു. അപ്പൊ ആ കത്തി ഒന്ന് അപ്പൊ ഞാൻ പോയതിന് ശേഷം എടുക്കുകയായിരിക്കല്ലേ. അപ്പൊ ഞാൻ മെല്ലെ പോവുകയാണ്. പിള്ളേർ ഇവിടെ നിൽക്കുകയാണ്. മറ്റന്നാള് നമ്മുടെ ഡിസംബർ 31-ാം തീയതി ഓന്റെ പൊന്നാര ചേട്ടാ ഓനടിച്ചിട്ട് വരണ്ടേ. ഇപ്പൊ കൊണ്ടുവച്ച് കട്ട് കഴിഞ്ഞു. അവര് ഡിസംബർ 31-ാം തീയതി വരും. പോവും മക്കളെ.
ചെറിയ പോക്കറ്റ് റോഡാണ്. ഒരു വണ്ടീൻ്റെ കൂടെ ഒരു വണ്ടിയും കൂടെ വന്നാൽ വളരെ മെനക്കെടാണ് നമ്മുടെ റോഡ് പോകാൻ വേണ്ടിയിട്ട്. പോരാത്തതിന് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് കുണ്ടും കുഴിയും ഒക്കെ കുഴിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം എന്നിട്ട് 31-ാം തീയതി ഞങ്ങൾ ഗുരുവായൂർ പോകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ വരുന്നുണ്ട്. അവരെയും കൂട്ടിയിട്ടാണ് പ്രാവശ്യം 31-ാം തീയതി ഗുരുവായൂർ വരുന്നത്. അപ്പോൾ 31-ന് ആരെങ്കിലും ന്യൂ ഇയറിന് ഗുരുവായൂർ ഉണ്ടെങ്കിൽ പറയാണ്ടി, ഞാൻ ഗുരുവായൂർ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഗൈസ് സംഭവം. ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി ചോറൊക്കെ പാർസൽ എടുത്തതാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ലഞ്ച് ഞാൻ കഴിക്കാൻ നിന്നിട്ടില്ല. ഞാൻ അങ്ങനെ കഴിക്കൂല, ഇറമ്മണ്ട് ചീത്ത പറയുന്നത്. ഇപ്പം മെലിയാൻ നിൽക്കുകയാണല്ലോ ഞാൻ. അപ്പോൾ മെലിയാൻ നോക്കിയിട്ട് പട്ടിണി ഇറന്നിട്ട് മെലിയണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ പ്രേക്ഷകരോടായിട്ട് എൻ്റെ ബാപ്പയും എൻ്റെ മോളും എൻ്റെ ഭർത്താവും ഒക്കെ കണക്കാട്ടോ. അവരാരും അങ്ങനെ ഒരുപാട് എന്നെ പോലെ സംസാരിക്കുന്ന ആൾക്കാരല്ല. എൻ്റെ മോളും അങ്ങനെ തന്നെയാണ്. പോട്ടെ പോവുക. ഒന്നുമില്ലടാ, മൈഗ്രേണാ, അതുകൊണ്ടാ. മോനെ കണ്ട ഇന്നലെ 9ലും 6ലും. ശരിയടാ. അതെന്റെ അയൽവക്കാരെന്നെ കണ്ടതായിരുന്നു. അപ്പം അവരോടൊരു കുശലാന്വേഷണം സംസാരിച്ചതായിരുന്നു. പിന്നെ എൻ്റെ മുഖത്ത് ക്ഷീണുണ്ടോ ഗൈസ്? മൈഗ്രെയിൻ. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്ന് എന്തരോ ആവുമെന്നെന്തോന്ന് അറിയില്ല. അടുപ്പിച്ചപ്പോൾ 3 ദിവസമായി ഇഞ്ചക്ഷൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് തന്നെ. വണ്ടിൻ്റെ കാറ്റ് കുറവുണ്ടോ എന്ന്, ടയറിന് കാറ്റ് കുറവുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട്. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പം അവർ സംസാരം വളരെ കുറവുള്ള ആൾക്കാരാണ്. ബാപ്പയായാലും എൻ്റെ ഭർത്താവായാലും എൻ്റെ മോളായാലും. മോൻ എന്നെ പോലെ കേട്ടോ, നന്നായിട്ട് സംസാരിക്കും. പക്ഷെ മോൾ അങ്ങനെയല്ല. എങ്ങോട്ടാ പൂനൂർക്കാ? എന്നാ കയറിക്കോളി. അവിടെ പിടിച്ചടിച്ചോളി. അപ്പം എന്നാ പിന്നെ ബാക്കി വിശേഷം പിന്നെ പറയാൻ. എൻ്റെ കൂടെ എൻ്റെ നാട്ടിലുള്ള ഒരാൾ വണ്ടി കയറിയിട്ടുണ്ട്. അതേ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇത്താത്ത കയറിയതായിരുന്നു. പാവം നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ കയറ്റിയതായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. അവരോട് എന്തെങ്കിലും സംസാരിക്കണ്ടേ? നമ്മളെ തൊട്ടയൽവക്കക്കാർ കയറുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ യൂട്യൂബാണ്, നമുക്ക് വരുമാനം കിട്ടുന്നതാണ്, ഒക്കെ ഓക്കെ. പക്ഷെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് വേറൊരു സംഭവം തന്നെയാണല്ലോ. അപ്പോൾ ആളെ കയറ്റിയതാട്ടെ. പാവത്തുങ്ങളാണ്. സത്യം പറയാച്ചാൽ വണ്ടിയുടെ ഡോറ് പോലും തുറക്കാൻ അറിയാത്ത ഒരാളാണ് കയറിയത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ഫോണിൽ നിങ്ങളോട് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ വലുതാണ് ഞാൻ അവരോട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്നെ ഭയങ്കര എന്നോട് ചോദിച്ചാൽ എന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടായില്ലേന്ന്. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? ഒറ്റക്കാണ് ഞാനിങ്ങനെ പോകുന്നത്. അതിലേക്ക് സീറ്റ് മുഴുവനും കാലിയായി കിടക്കുകയാണ്. അതിലേക്ക് ഒരാളോട് കയറുമ്പോൾ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവാനാണ്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അതാ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് വൈദപ്പോയി ബായ് പറഞ്ഞത്. എന്താണെന്നറിയോ, നമ്മൾ അവരെടുത്താൽ സംസാരിക്കണ്ടേ? നമ്മളെ വണ്ടിയിലേക്ക് ഒരാൾ കയറിയിട്ട് നമ്മൾ വേറൊരാളോട് സംസാരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഏതായാലും അവരവിടെ വരെ ഇറക്കി കൊടുക്കാൻ പറ്റില്ല. അതിന് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ
ഇനി ശരിക്കലും ബൈ പറയാണ് ഞാൻ. നമ്മുടെ മെയിൻ റോഡ് മേലേക്ക് കയറിയിട്ടുണ്ട്, പോക്കറ്റ് റോഡൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി 100-110 സ്പീഡിലൊന്ന് പിടിച്ചാൽ ഒരു ½ ആൻ അവർ കൊണ്ട് വീട്ടിലെത്താവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എൻ്റെ വീടും കൊയിലാണ്ടിയും പൂനൂരും തമ്മിൽ ഒരു ½ ആൻ അവറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതും കാറിൽ കേട്ടോ. ബസ്സിലാണെങ്കിൽ 1 അവർ എന്തായാലും എടുക്കും. അവർക്ക് പിന്നെ ടൈം ഒരുപാടുണ്ടല്ലോ. നമുക്ക് പിന്നെ സ്റ്റോപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല, ആരെയും കയറ്റാനും ഇല്ല, ആരെയും ഇറങ്ങി പോകാനും ഇല്ല. അങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ചവിട്ടി പിടിച്ചാന്ന് പറയുമ്പോഴേക്ക് പോകുമല്ലോ. അതുകൊണ്ട് 1/2 മണിക്കൂർ കഷ്ടിച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോ അത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തെറ്റി ഇറങ്ങിയതാന്നും വീട്ടിലേക്ക് എന്നെ കയറ്റൂലാന്നും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ജസ്റ്റ് ഒരു മറുപടി കൊടുക്കണമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അരുണിനെ കൂട്ടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. മൂകാംബികയെ പോയിട്ട് വന്നിട്ട് ഉറങ്ങാൻ തന്നെ. എന്നെ കൂട്ടാൻ വരുമെന്ന് മൈഗ്രെയിനുള്ള എന്നോട് വണ്ടി ഓടിക്കരുതെന്ന് പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മൈഗ്രെയിൻ വരുന്ന സമയത്ത്, മൈഗ്രെയിൻ ടെൻഡൻസി ഉണ്ടാകുന്ന സമയത്ത് വാഹനം ഓടിച്ചാൽ അത് എന്നെ മാത്രമല്ല ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ അത് ബാധിക്കുന്നു പറഞ്ഞു. എന്താ പറയാ, അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പിടിക്കട്ടെ. അപ്പം അരുണ് ഞാൻ പറഞ്ഞല്ലോ മൂകാംബികയെ പോയിട്ട് വന്ന് കിടന്നുറങ്ങി നിൽക്കുകയാണ്. നാളെ വേറെ പരിപാടിയുണ്ട്, മറ്റന്നാൾ വേറെ പരിപാടിയുണ്ട്, അതിൻ്റെ പിറ്റേന്ന് വേറെ പരിപാടിയുണ്ട്. അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ പരിപാടിയാണ്. മക്കൾ 31-ാം തീയതിയാണ് വരുന്നത്. 1-ാം തീയതി ന്യൂ ഇയർ ആഘോഷിക്കാൻ നിൽക്കത്തോണം. അവിടെ മുന്തിരി ജ്യൂസ് കണ്ടപ്പോൾ ഒന്ന് കുടിക്കണമെന്നൊരാഗ്രഹം. പക്ഷെ ഒറ്റക്കായതുകൊണ്ടൊരു മടി. വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് കുടിക്കാം. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പം പിന്നെ മെല്ലെ എല്ലാവരോടും ബൈ പറയാണ്. പ്രിയനോടും പറയാണ്, നമ്മളെ യശിതമ്മയോടും പറയാണ്, എല്ലാവരോടും പറയാം. ഓക്കെ, ബൈ ടാറ്റാ.